ഹായ് ഹലോ കൂട്ടുകാരി. ഇപ്രാവശ്യം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഞങ്ങളുടെ കണിക്കൊന്നയിൽ ഇപ്രാവശ്യം നിറയെ പൂത്തു. അപ്പോൾ വിചാരിച്ചു ഇപ്രാവശ്യം നിറയെ പൂ പറിക്കാനുണ്ടല്ലോ എന്ന് ഭയങ്കര സന്തോഷത്തിലൊക്കെയായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നതാണ്. എടുത്ത് പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നേ. സംഭവം അതൊക്കെ കണ്ടല്ലേ, നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തെക്കാളും നിറയെ പൂത്തു. നോക്കിക്കേ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് കിട്ടത്തില്ല, എന്നാലും നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, കുറേ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാനായിരുന്നു കേട്ടോ. പക്ഷേ സംഭവം ഒരു കാര്യം പറ്റി കേട്ടോ. നിറയെ നേരത്തെ പൂത്തത് കൊണ്ട് തന്നെ മൊത്തം കൊഴിഞ്ഞു പോയി. സമയമായപ്പോഴത്തേനും എല്ലാം കൊഴിഞ്ഞ് മൊത്തം എന്താ പറയുക. പിന്നെ മഴയും കൂടെ പെയ്തതുകൊണ്ട് പിന്നെ ഒന്നും പറയണ്ടായിരുന്നു, എല്ലാം കൊഴിഞ്ഞ് തറയിൽ പോയി കേട്ടോ. മൊത്തം കൊഴിഞ്ഞു പോയി. നോക്കിക്കേ, നേരത്തെ കാണിച്ച ആ മരമാണോ ഈ നിൽക്കുന്നതിന് ഒരൊറ്റ പൂവില്ലാതെ ഉണ്ട്. മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ കയ്യെത്തി എടുക്കാൻ കണക്കിനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ വിഷമിച്ചൊക്കെ നിൽക്കുമായിരുന്നു, എന്ത് ചെയ്യും. പക്ഷേ പിള്ളേരെയൊക്കെ വെച്ച് ഫോട്ടോയൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. ഇപ്പം എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നപ്പം വിചാരിച്ച് മണ്ടയിലുണ്ടെങ്കിൽ ശരി, മുകളിൽ നിന്നെങ്കിലും പറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തോട്ടയിൽ പിച്ചാത്തിയൊക്കെ വെച്ച് കെട്ടി ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയിൽ കയറി. ഞാനും എൻ്റെ കുട്ടി പട്ടാളങ്ങളും എല്ലാവരും കൂടെ അങ്ങനെ കുറേയൊക്കെ പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ പറിച്ചെടുത്ത്, ഞാനും എൻ്റെ കുട്ടി പട്ടാളങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് കണ്ടോ. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ പറിച്ചെടുത്തിട്ട് പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് കുറേയൊക്കെ ഒപ്പിച്ചെടുത്ത് അങ്ങനെ പതുക്കെ ഇങ്ങനെയുണ്ട്, സെറ്റായില്ലേ. അപ്പോൾ ഞാനും എൻ്റെ മക്കളും ഒക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ടാറ്റാ.